സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ, അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, 73 വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഉഴുന്നാണ്. അപ്പോൾ ഉഴുന്ന് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി ഒരു 5 മിനിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊന്ന് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഉഴുന്നും അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ മിക്സിയിലെ ജാറിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതിൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്കിതെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് അതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഗൈസ് നമ്മൾ ഉഴുന്ന് വടയ്ക്ക് വേണ്ടിയിട്ട് ഉഴുന്നും ഉപ്പും അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ മല്ലിയില, മുളക്, ഇഞ്ചി ഇതെല്ലാം കൂടെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ കരിവേപ്പിലയും ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ തീ കത്തിച്ച് അതിനകത്ത് ചട്ടി വെച്ചോ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടാവണം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചെറിയ ചെറിയ വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കണ്ടില്ലേ, മാവൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഗൈസ് നമുക്ക് ഈ അറിയുന്ന പോലെ ആട്ടോ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അടി വന്നിട്ട് ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ഉഴുന്ന് വട എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ വാക്കുകളില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന പോലെ ആട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് അതിൻ്റെ നടുവിലൊന്ന് റൗണ്ടായി കിട്ടാൻ വേണ്ടി എങ്ങനെയായി കിട്ടുമെന്നൊന്നും അറിയില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഉഴുന്ന് വട ഇട്ടിട്ടുണ്ട്. ഒന്ന് ആയി കിട്ടണം കേട്ടോ. സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ, അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഉഴുന്ന് വടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ചമ്മന്തി ഒഴിക്കുക കേട്ടോ. നല്ല തേങ്ങാ ചമ്മന്തി ഒഴിക്കുകയാണ്, കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഒഴിക്കുകയാണ് നമ്മൾ. ഇനിയിപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഉഴുന്ന് വട. അപ്പോൾ നമ്മൾ ഉഴുന്ന് വട ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എങ്ങനെയുണ്ടെന്ന് ചമ്മന്തി മുക്കിയിട്ടാണ് നമ്മളിത് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ആ മണം അതിൽ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.